സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അവതീർണമായ മതമാണ്. ഈ മതത്തിൻ്റെ പ്രത്യേകത ഒന്നും കൂട്ടിച്ചേർക്കുകയോ ഒന്നും കുറക്കുകയോ വേണ്ടതില്ലാത്ത വിധം ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാ ഇന്നേ ദിവസം ഹിജ്റ 9-ാം വർഷം ദുൽഹിജ്ജ മാസം 9-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇതിലേക്ക് ഇനിയൊന്നും കൂട്ടേണ്ടതില്ല, കുറയ്ക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കാൻ പറയുന്നു, എൻ്റെ അനുഗ്രഹം നാം നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ ദീനിനെ, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി നാം തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദീനിൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അതല്ലെങ്കിൽ അന്നുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്നതുവരെ ആ നാട്ടിലുള്ള ആളുകൾ കൊണ്ടു നടന്നിരുന്ന പല തരത്തിലുള്ള വിശ്വാസ, സംസ്കാര, പ്രവർത്തന കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാടിനെ പരിഷ്കരിച്ചെടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്ത്രീകൾക്ക് അർഹിച്ച വിലയും നിലയും നൽകി എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്ന ആ കാലഘട്ടം 7-ാം നൂറ്റാണ്ട് ചരിത്രം ഡാർക്ക് ഏജ് എന്നാണ് അതിനെ പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രവാചകന് പൂജാതനാവുകയും 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയും ചെയ്ത പ്രവാചകനാണ്. ആ കാലഘട്ടത്തെ അറിയപ്പെട്ടത് ഇരുണ്ട യുഗം എന്നാണ്. അറബിയിൽ അതിനെ അൽ ജാഹിലിയ എന്നാണ് വിളിച്ചിരുന്നത്. അൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ അജ്ഞാനകാലം എന്നാണ്. ഒരു ജ്ഞാനവുമില്ലാത്ത, അറിവില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്ന ഒരു നാട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ, ആ കാലത്തെ അങ്ങനെ വിളിക്കാനുണ്ടായ കാരണം അവർക്ക് യാതൊരു അറിവും ഇല്ലാത്തത് കൊണ്ടല്ല. വിജ്ഞാനം വളരെയധികം നേടിയെടുത്ത ഒരാളുകളായിരുന്നു അവർ. സാഹിത്യത്തിൽ ഏറെ മുന്നിൽ നിന്ന ആളുകളായിരുന്നു അവർ. അറിയപ്പെട്ട കവികളും അറിയപ്പെട്ട പ്രഭാഷകന്മാരും എഴുത്തുകാരും ഒക്കെ അവരുടെ കാലത്ത് ജീവിച്ചിരുന്നു. അറബി സാഹിത്യം ഇന്നും ഏറ്റവും നല്ല ഒരു സമൂഹമായിക്കൊണ്ട്, സാഹിത്യത്തിൻ്റെ ഒരു കാലമായിക്കൊണ്ട് കാണുന്നത് ആ കാലഘട്ടത്തെ തന്നെ, ജാഹിലിയ്യ കാലത്തെ തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ ജീവികളെക്കുറിച്ച്, ഒട്ടകത്തെക്കുറിച്ച്, കുതിരകളെക്കുറിച്ചുള്ള അറിവുകൾ അവർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ഗോളങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. ധാരാളക്കണക്കിന് അറിവുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ധർമ്മവും അധർമ്മവും വേർതിരിക്കുവാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. ആളുകൾക്ക് വില കൽപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സമൂഹത്തിലെ സ്ത്രീകൾക്ക് വില നൽകുവാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. അതൊക്കെ അവർക്ക് തോന്നിയതുപോലെ ആയിരുന്നു അവരുടെ അവസ്ഥാവിശേഷം. സ്ത്രീകൾക്ക് ജീവിക്കാൻ പോലും അവകാശം നൽകാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, അവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വല്ല വജൂഹു മുസ്വദ്ദുൻ വഹുവ കലീം, ദേഷ്യപ്പെട്ടുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് അവരുടെ മുഖം കറുത്തിരുളുമായിരുന്നുവെന്ന്. എനിക്ക് ജനിച്ചത് പെണ്ണാണോ എന്നുള്ളത് ഒരു മോശം കാര്യമായിക്കൊണ്ട്, ഒരു അവഗണനയായിക്കൊണ്ട്, നിന്ദതയായിക്കൊണ്ട് കണ്ട ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവർ അവകാശം നൽകിയിരുന്നില്ല. ഇന്നത്തെ പോലെ നേരത്തെ തിരിച്ചറിയാൻ അവർക്ക് സൗകര്യമുണ്ടായിരുന്നില്ല. ജനിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ജനിക്കപ്പെട്ടത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ അത് പെൺകുട്ടിയാണ് എങ്കിൽ അതിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന അവസ്ഥാവിശേഷം അവിടെ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അതിനവർക്ക് താക്കീത് നൽകി. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏതൊരു പാപത്തിന് വേണ്ടിയാണ് താൻ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന്, താൻ കൊല്ലപ്പെട്ടത് എന്ന്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്തെ ചോദിക്കുമെന്ന് ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് തീരെ അവകാശം നൽകിയിരുന്നില്ല. അവർക്ക് അനന്തരാവകാശത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയാകട്ടെ, പെൺമക്കളാകട്ടെ, ഉമ്മയാകട്ടെ, അവർക്ക് അനന്തര സ്വത്തിൽ നിന്നും ഒന്നും നൽകിയിരുന്നില്ല.
മാത്രവുമല്ല, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയെ അനന്തര സ്വത്തായിട്ടായിരുന്നു ആളുകൾ പരിഗണിച്ചിരുന്നത്. മറ്റുള്ള ആളുകൾ അവരെ അങ്ങ് ഏറ്റെടുക്കും, അവരെ അനന്തര സ്വത്തായിക്കണം. അവർക്കുള്ള ഒട്ടകത്തെ പോലെ, അവർക്കുള്ള ആടിനെ പോലെ, അവർക്കുള്ള സ്വർണത്തെ പോലെ, ദീനാറിനെ ദീർഘവിനയം പോലെയായിരുന്നു അവർ പെണ്ണിനെ കണ്ടിരുന്നത് എന്നാണ്. എന്നാൽ ആ ഒരു നിലയിൽ നിന്നും പരിശുദ്ധമായ ഇസ്ലാം പെണ്ണിനെ, സ്ത്രീകൾക്ക് വളരെ വലിയ വില നൽകിയിട്ടുണ്ട്. സ്ത്രീകളെ ആദരിച്ചിട്ടുണ്ട്. അവർക്ക് അർഹമായ എല്ലാ വിലയും അവർക്ക് നൽകിയിട്ടുണ്ട്. വിശ്വാസികളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളുടെ വിഷയങ്ങളെ അല്ലാഹു സ്ത്രീകളെ പേരെടുത്ത് വിളിച്ചത് ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 124-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വമയ്യ അമലി മിനസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, മിൻ ദകരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങളിൽ ആരെങ്കിലും സൽക്കർമ്മം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട്, അല്ലാഹുവിൽ വിശ്വസിച്ച്, പ്രവാചകനെ ഉൾക്കൊണ്ട്, അന്ത്യദിനത്തെ വിശ്വസിച്ച് ഒരു മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നാണ്. വലയുദ്ലമൂന നഖീറ, അവർ യാതൊരു നിലക്കുമുള്ള അക്രമം അവർക്ക് അവിടെ ഏൽക്കേണ്ടി വരില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വമയ്യ അമലി മിനസ് സാലിഹാത്തി മിനൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വിശ്വാസിയായിക്കൊണ്ട് നിങ്ങളിൽ ആര് സൽക്കർമ്മം ചെയ്താലും എന്ന് അല്ലാഹുവിന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അല്ലാഹു പ്രത്യേകം ആണാകട്ടെ പെണ്ണാകട്ടെ, മിൻ ദകരിൻ ഔ ഉൻസ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? പെണ്ണിന് പ്രത്യേകം സ്ഥാനം കൊടുക്കുകയാണ്. ഒരു പെണ്ണ് എന്തെങ്കിലും ചെയ്താൽ അതിനവൾക്ക് കൂലിയില്ല എന്ന്, അത് പരിഗണിക്കപ്പെടില്ല എന്ന് ആളുകൾ ധരിച്ചു വെച്ചിരുന്നു. പക്ഷേ അല്ല, പെണ്ണ് ചെയ്താൽ അതിന് ഏറ്റവും ഉന്നതമായ പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. സൂറത്തുൻ നഹ്ലിന്റെ 97-ാമത്തെ വചനത്തിൽ സമാനമായി നമുക്ക് വീണ്ടും കാണാം, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് ഏറ്റവും ത്വയ്യിബായ പവിത്രമായ ഒരു ജീവിതം നാം അവർക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വലനുഖ്രിജന്നഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വലനുജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അവർ ഇപ്പോൾ ചെയ്തതിനേക്കാൾ അളവ് കൂട്ടിക്കൊണ്ട് അവർക്ക് നാം പ്രതിഫലം പരലോകത്ത് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾ നോക്കൂ സഹോദരിമാരെ, പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുകയാണ്. സൂറത്തുൽ ഗാഫിറിന്റെ 40-ാം വചനത്തിൽ വീണ്ടും പറഞ്ഞു, വമൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, മാത്രവുമല്ല കണക്കില്ലാത്ത രൂപത്തിൽ അവർക്ക് വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അവർ ചെയ്ത ഒരു പ്രവൃത്തിയും അവിടെ നഷ്ടപ്പെടുകയില്ല. സൂറത്ത് തഹ്രീമിന്റെ സൂറത്തു ആലി ഇംറാന്റെ 195-ാം വചനത്തിൽ അല്ലാഹു അതും പഠിപ്പിച്ചു, അന്നി ലാ ഉളീഉ അമല ആബിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസ, നിങ്ങളിൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നും നാം നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ്. പുരുഷന്മാർക്ക് മാത്രം എന്ന ഒരു കാര്യം ഇസ്ലാമിലില്ല. പ്രവർത്തനം ചെയ്യുന്നത്, സൽക്കർമ്മം ചെയ്യുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് അർഹിച്ച പ്രതിഫലം അവരുടെ നീയത്തനുസരിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസം പരിഗണിച്ചുകൊണ്ട്, അവർ പ്രവർത്തിച്ചതിൻ്റെ തോതനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് വിശ്വാസിനികളായ സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെര്യപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, സ്ത്രീകൾക്ക് വലിയ നിലയും വിലയും ഈ മതം നൽകിയിട്ടുണ്ട് എന്നർത്ഥം. നിങ്ങൾ നോക്കൂ, കല്യാണത്തിന്റെ വിഷയത്തിൽ ചില ആളുകളൊക്കെ സമൂഹത്തിൽ പറയുന്നത് പെണ്ണിന് ഒരു വിലയും കൊടുക്കാത്ത മതമാണ് ഇസ്ലാം എന്നാണ്. വലിയ തെറ്റിദ്ധാരണയാണത്. പെണ്ണിനെ ഏറ്റവും വലിയ സ്ഥാനവും മാനവും നൽകിയ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, വിവാഹത്തിൽ പെണ്ണിനൊരു സ്ഥാനവുമില്ല. ഒരു പെണ്ണിന്റെ കല്യാണം നടക്കുമ്പോൾ ആ പെണ്ണിനെ സ്റ്റേജിലേക്കൊന്ന് കയറ്റിയിരുത്താൻ പോലും വിലക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ അതിനെ ചെറുതാക്കി കാണാറുണ്ട്. ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? വിവാഹത്തിന്റെ വേളയിൽ ആളുകൾ തടിച്ചുകൂടുന്നിടത്ത് ഒരു പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാമികമല്ല, അത് അനിസ്ലാമികമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം വെറുത്ത കാര്യമാണ്.
ഒരു പെണ്ണിനെ അണിയിച്ചൊരുക്കിക്കൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ കാഴ്ച വസ്തുവായിക്കൊണ്ട് കല്യാണ പന്തലിൽ സ്റ്റേജിന്റെ മുകളിൽ കയറ്റി നിർത്തുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുന്നത് അവരുടെ ഭർത്താവിന് വേണ്ടിയാണ്, അവരുടെ ഭർത്താവ് കാണാൻ വേണ്ടിയാണ്, അവരുടെ ഭർത്താവിനെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ നാട്ടുകാർക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല ഒരു പെണ്ണിനെ ഇസ്ലാം കല്യാണം കഴിച്ചു വിടുന്നത്. എന്നാൽ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ആഗ്രഹിക്കാതെ, ഒരു പെണ്ണ് ഇഷ്ടപ്പെടാതെ, പെണ്ണ് അനുവദിക്കാതെ ഇസ്ലാം വിവാഹം കഴിക്കാൻ പാടുണ്ടോ? പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ വിവാഹം ചെയ്യിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ അനുമതി വാങ്ങണം എന്നാണ്. അവരുടെ അനുമതിയോടുകൂടി മാത്രമേ അവർ വിവാഹം ചെയ്യുവാൻ പാടുള്ളൂ. അതേ വിവാഹം കഴിയാത്ത കന്യകമാരാണെങ്കിൽ അവരുടെ മൗനമാണ് സമ്മതം. അതല്ല വിവാഹം കഴിഞ്ഞ് വിധവകളാണ് എങ്കിൽ അവർക്ക് രണ്ടാം വിവാഹത്തിന്റെ സമയത്ത് അവർ തുറന്ന് എനിക്കിഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ വിവാഹം കഴിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ്. ഒരു ഉപ്പ പോയി കണ്ട് ഒരു കുട്ടിയെ, ഒരു ചെക്കനെ കണ്ട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ നിനക്കൊരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്, പോയി തല വെച്ച് കൊടുത്തു കൊള്ളണം എന്ന് പറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു പിതാവ് ഒരു മകളെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മകൾക്ക് അത് ഇഷ്ടമില്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധം തന്നെ ശരിയാവുകയല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സ്ത്രീ വന്ന, റസൂലേ, എൻ്റെ ഉപ്പ എൻ്റെ അനുമതി കൂടാതെ എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനെ വിളിച്ച് അന്വേഷിച്ചു, കാര്യം അന്വേഷിച്ചു. അതേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ധം ശരിയാവുകയില്ല എന്ന് പറഞ്ഞു, ആ വിവാഹം നടക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം പെണ്ണിന്റെ അനുമതി ഏറ്റവും നിർബന്ധമാണ്. ഒരു പെണ്ണ് എനിക്ക് ഓക്കെയാണ് എന്ന് കൃത്യമായിക്കൊണ്ട് പറഞ്ഞു, അവനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കാര്യം അന്വേഷിച്ചു, അവൻ ഓക്കെയാണ് എങ്കിൽ പിന്നെ സ്റ്റേജിന്റെ മുകളിലേക്ക് അവൾക്ക് സ്ഥാനമില്ല. കാരണം അത് അവളുടെ പ്രൊട്ടക്ഷനാണ്. ഇസ്ലാം ഒരു പെണ്ണിനെ ഏറ്റവും നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മതമാണ്. മറ്റുള്ള മതങ്ങളെ പോലെ നമ്മുടെ നാട്ടിൽ ലിബറൽ വാദികൾ പറയുന്നത് പോലെ ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ ഇറങ്ങി നടക്കാൻ ഒരു പെണ്ണിനെ ഇസ്ലാം പ്രേരിപ്പിക്കുന്നില്ല. ഒരു പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അവൾ അതുകൊണ്ട് തന്നെ വീട്ടിന്റെ പുറത്തേക്ക് അത്യാവശ്യങ്ങൾക്ക് മാത്രം ഇറങ്ങിയാൽ മതി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവൾ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവൾക്കത് അനുവദനീയമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അവൾക്ക് പഠിക്കാൻ പോകാം, ഏത് ഉന്നത വിജ്ഞാനങ്ങളും അവൾക്ക് കരസ്ഥമാക്കാം, എത്ര ഹയർ സ്റ്റഡീസിനും അവൾക്ക് പോകാം. പക്ഷേ ഇസ്ലാം പാലിക്കുന്ന മര്യാദകളുണ്ട്, പഠിപ്പിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. ഇസ്ലാം വെച്ച മര്യാദകൾ ഒരു പെണ്ണ് അന്യ പുരുഷന്മാരുമായി കൊണ്ട് കൂടിക്കുഴയുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അവരുടെ സൗന്ദര്യം വെളിവാകുന്ന വസ്ത്രം ധരിക്കുവാൻ പാടില്ല. ആളുകളുടെ നോട്ടം അവളെ നീക്കെത്തുന്ന രൂപത്തിൽ അവൾ അണിഞ്ഞൊരുങ്ങി പോകാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മര്യാദകൾ പാലിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് പുറത്തിറങ്ങൽ അനുവദനീയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ അതൊന്നും പാലിക്കാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ശാക്തീകരിച്ച മതമാണ്, അതുകൊണ്ട് എങ്ങനെ പെണ്ണിന് പോകാം എന്ന് ചില ആളുകൾ വാദിക്കുന്നുവെങ്കിൽ ആ വാദം തെറ്റാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന പെണ്ണിന് പഠിക്കാം. ഇസ്ലാമിക ലോകം പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീകളായ ഒരുപാട് വലിയ ആലിമാറ്റുകളെ, വലിയ പണ്ഡിതകളെ നമുക്ക് കാണുവാൻ സാധ്യമാകും. ലോകത്തെ ഉണ്ടാക്കപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി ഫാത്തിമ ഫിഹിരിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഉണ്ടാക്കിയത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധ്യത. ഒരു മുസ്ലിം പെണ്ണാണ്. പഠിക്കാൻ അവൾക്ക് അവകാശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബികളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളെ എണ്ണമെടുക്കുമ്പോൾ അതിൽ 3-ാം സ്ഥാനം ഒരു സ്ത്രീക്കാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മക്കാണ്. എന്തുകൊണ്ട് സാധ്യമായി? ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ പണ്ഡിതൻ എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ കുറിച്ച് പറഞ്ഞത്. ആ സഹാബിയുടെ പ്രവാചകനെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉസ്താദ് ആരായിരുന്നു? അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസിന്റെ ഇൽമിന്റെ ഭൂരിഭാഗവും ആയിഷ ബീവി നൽകിയതാണ്. വലിയ പണ്ഡിതയായിരുന്നു. ഇസ്ലാം ഒരിക്കലും അതിന് വിലക്കുന്നില്ല. പക്ഷെ അവിടെ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് വില വെക്കുന്ന, അവർക്ക് അർഹിച്ച സ്ഥാനം നൽകുന്ന മതമാണ്. അതുകൊണ്ട് അവരുടെ ഇബാദത്തിന്റെ വിഷയത്തിലും പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ അവർ മുന്നേറേണ്ടതുണ്ട്. അവർ ഇബാദത്തിന്റെ വിഷയത്തിൽ മുന്നേറേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സ്ത്രീകളെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഖുത്ബ നിർവഹിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രവാചകൻ പ്രത്യേകമായി പോകും. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രവാചകൻ പ്രത്യേകം ഉപദേശങ്ങൾ നടത്തും. അവരുടെ സ്വതക്ക ചെയ്യാൻ പറയും. കാരണം പുരുഷന്മാരെ കൂടുതൽ സ്വതക്ക ചെയ്യാൻ താല്പര്യമുണ്ടാകുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ അറിയാം. അതുകൊണ്ട് പ്രവാചകൻ അവരെ പ്രത്യേകം പരിഗണിച്ചു.
പ്രവാചകന്റെ സഹാബി വനിതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നുകൊണ്ട് റസൂലേ, ഞങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകം സമയം നിശ്ചയിച്ചു നൽകണം പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അത് അനുവദിച്ചു കൊടുക്കുകയും അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു എന്ന് കാണുവാൻ സാധ്യമാകും. അവർ ഉയരേണ്ടതുണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. കാരണം ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ അതിലൂടെ ഒരു വലിയ സമൂഹം ഉണ്ടാകും, ഒരു സമൂഹം നന്നാകും. അൽ ഉമ്മു അവ്വലുൽ മദ്രസ എന്നാണ് അറബിയിലെ ചൊല്ല്. അൽ അബു അവ്വലുൽ മദ്രസ എന്ന് എവിടെയും കാണാൻ കഴിയില്ല. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. ഒരു ഉമ്മ നന്നായാൽ ആ ഉമ്മയാണ് മക്കളെ നന്നാക്കേണ്ടത്, ആ ഉമ്മയാണ് കുടുംബത്തെ നന്നാക്കേണ്ടത്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു പെണ്ണ് അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ടവളാണ്. അവളാണ് വീടിനെ നന്നാക്കേണ്ടത്. ഭർത്താവ് പുറത്തിറങ്ങി ജോലിക്ക് പോകും. വീടകങ്ങളിൽ കൂടുതൽ സമയം മക്കളുടെ കൂടെ ചെലവഴിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അവൾ നന്നായെങ്കിൽ മക്കൾ നന്നാകും, അവൾ മോശമായാൽ മക്കളും മോശമാകുമെന്നാണ്. അതുകൊണ്ട് പെണ്ണിനെ ഇസ്ലാം വലിയ പരിഗണന കൊടുത്തിട്ടുണ്ട്. അവൾ പഠിക്കട്ടെ, അവൾ നമസ്കരിക്കുവാൻ പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആയിക്കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പെണ്ണിനെ പള്ളിയെ തൊട്ട് തടയുന്ന മതമാണ് എന്ന് ചില ആളുകൾക്ക് ഇവിടെ ധാരണയുണ്ട്. മുസ്ലിം പെണ്ണ് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ചില ആളുകളുടെ ഫത്വ നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അത്തരം ആശയങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹാബികളോട് പറഞ്ഞു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ്, അല്ലയോ വിശ്വാസികളെ, പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ അധീനതയിലുള്ള നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ, അവർ നിങ്ങളോട് വീട്ടിലേക്ക് പള്ളിയിലേക്ക് പോകാൻ അനുമതി ചോദിച്ചാൽ ഫലാ തംനഉ, നിങ്ങൾ അവരെ തടയുവാൻ പറഞ്ഞു. ഹദീസിൽ ഇദസ്തഅനത് ഇംറഅതു അഹദുക്കും, നിങ്ങളിൽ ഒരു പെണ്ണ് നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ അനുമതി ചോദിച്ചാൽ നിങ്ങൾ ഫലാ യംനഅഹ, അവളെ തടയുവാൻ പാടില്ല എന്നാണ്. ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകാൻ അനുമതി ചോദിച്ചിട്ട് നീ പോകണ്ട എന്നൊരാൾ പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് ചെയ്തത്. അവൻ അനുവദിക്കണമെന്നാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്, അനുവദിക്കണമെന്നാണ്. അവസരങ്ങൾ ശാന്തമാണെങ്കിൽ അവളെ അനുവദിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇത്തരം ഹദീസുകളൊക്കെ ധാരാളമായി റിപ്പോർട്ട് ചെയ്ത് കാണുവാൻ സാധ്യമാകുന്നത്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധ്യമാകും. ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പള്ളിയത്തോട് തടയരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ എൻ്റെ ഭാര്യയെ ഞാൻ തടയുമെന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തസ്മഉനി ഉഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലു മാ തഖൂൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞപ്പോൾ, പ്രവാചകൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഴിയില്ല എന്ന് നീ പറയുകയോ എന്ന് സ്വന്തം മകനെ ശകാരിക്കുന്ന ഇബ്നു ഉമറിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും. സുഹൃത്തുക്കളെ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർ പള്ളിയിലേക്ക് പോകാൻ അനുമതി ചോദിച്ച് അനുവദിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ സഹാബികൾ, പ്രവാചകന്റെ ഭാര്യമാരും സഹാബികളും പള്ളിയിൽ പോയിരുന്നുവെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. എത്രത്തോളം അവർ രാത്രി സമയങ്ങളിൽ സുബ്ഹിന്റെ ഇശായിലും ഒക്കെ പള്ളിയിൽ പോയിരുന്നു. അവർ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇരുട്ട് കാരണത്താൽ അവരുടെ ശരീരം മുഴുവൻ മൂടിപ്പുറച്ചാണ് അവർ പുറത്തേക്ക് ഇറങ്ങുക. അതല്ലാതെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നത് പോലെ അണിഞ്ഞൊരുങ്ങിയിട്ട് സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പോകേണ്ട സ്ഥലമല്ല പള്ളി. ചില സ്ത്രീകൾ അങ്ങനെയാണ്. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് അണിഞ്ഞൊരുങ്ങണം. അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും ശരി, മാളായാലും ശരി, പള്ളി ആയാലും ശരി, അവരുടെ സൗന്ദര്യം കാണിക്കാനുള്ള സന്ദർഭങ്ങളായിട്ടാണ് ചില ആളുകൾക്ക് അതിനെ കാണാറുള്ളത്. അതൊരിക്കലും ശരിയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകാം. അങ്ങനെ സ്വഹാബ വനിതകൾ അവർ ശരീരം മുഴുവൻ മൂടിപ്പുറച്ച അവസ്ഥയിൽ പള്ളിയിലേക്ക് പോവുകയും രാവിന്റെ ഇരുട്ട് കാരണത്താൽ അവരെ തിരിച്ചറിയാറുണ്ടായിരുന്നില്ല എന്ന് സഹാബികൾ പറയുന്നത് ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. അഥവാ അവർക്ക് പള്ളിയിൽ പോകാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തംനഉ ഇമാഅകും മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടുകൾ തന്നെയാണ് ഉത്തമം, അതിലൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഹദീസിന്റെ ഈ രണ്ടാം ഭാഗം മാത്രം, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് വീടാണ് ഉത്തമം എന്ന ഭാഗം മാത്രം പറഞ്ഞ് പള്ളിയിൽ പോകേണ്ടതില്ല എന്ന് പറയാറുണ്ട്. ആ ഹദീസിനെ തൊട്ട് മുമ്പത്തെ ഭാഗം പള്ളിയിൽ പോകാൻ അനുമതി ചോദിച്ചാൽ തടയരുത് എന്നാണ്. അവർക്ക് വീട് തന്നെയാണ് ഉത്തമം. കാരണം എന്താണ്?
അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല അവർ കുറേ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതിനവർക്ക് സാധ്യമാകാത്തത് കൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ അവർ പള്ളിയിലേക്ക് പോകേണ്ടതില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ വെച്ചാണ് അവരുടെ നമസ്കാരം. ഫർദ് നമസ്കാരങ്ങൾ അവർ പള്ളിയിൽ വെച്ച് മാത്രമാണ് നമസ്കരിക്കേണ്ടത്. ഒരു പുരുഷന് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന അവസ്ഥാവിശേഷം ഇസ്ലാം അവർ അംഗീകരിക്കുന്നില്ല. ഒരു പുരുഷന് പള്ളിയിൽ വിളിവന്ന് നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് വാ എന്ന വിളി പ്രത്യേകമായും പുരുഷന്മാരോടാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിലേക്ക് എത്തൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്, നിർബന്ധമാണ്. 5 നേരവും അവർ പള്ളിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതുപോലെ ഒരു പെണ്ണ് പോകേണ്ട ആവശ്യമില്ല, അവൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ മതി. എന്നാൽ ഇനി ഒരു പെണ്ണ് വീട്ടിലേക്ക് പോകാൻ പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫലാ തംനഅഹ, നിങ്ങൾ അവരെ തടയാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പുരുഷൻ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ കിട്ടുന്ന കൂലി ഒരു പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിച്ചാലും കിട്ടും. വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വന്നാൽ ഓരോ കാലടിക്കും കൂലി ഉണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞു. അത് പുരുഷന് മാത്രമല്ല, ഒരു പെണ്ണ് വന്നാൽ ആ പെണ്ണിനും കിട്ടും. എന്നാൽ പെണ്ണ് വരേണ്ടതില്ല, നിർബന്ധമുള്ള വിഷയമല്ല, അവൾക്ക് അനുവദനീയമാണ്. ഒരു പെണ്ണ് ഇത്തികാഫിരുന്നാൽ അവൾക്ക് അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാനുള്ള കൽപ്പനയും പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയതും ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം റസൂലിന്റെ സ്ത്രീകളാരും പള്ളിയിലേക്ക് പോയിട്ടില്ല എന്ന് വളരെ വില കുറഞ്ഞ ന്യായവാദങ്ങളൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പള്ളിയിൽ റമദാൻ ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാർ റസൂലിന്റെ വഫാത്തിന് ശേഷവും പള്ളിയിൽ ഇത്തികാഫിരുന്നിട്ടുണ്ട് എന്നാണ്. ഇത്തികാഫിരിക്കൽ വീട്ടിലല്ല, പള്ളിയിലാണ്. പ്രവാചകൻ ഹിജാബിന്റെ ആയത്തിന് മുമ്പ് മാത്രമാണ് ഇരുന്നത് എങ്കിൽ പ്രവാചകന്റെ ഭാര്യമാർ ചെയ്തത്, സഹാബ വനിതകൾ ചെയ്തത് അത് വലിയ പാതകമാണെന്ന് പറയേണ്ടി വരും. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞു വന്നത് ഒരു പെണ്ണിന് പള്ളിയിലേക്ക് പോകാൻ അനുവദനീയമാണ്. കാരണം ഇസ്ലാം അവളെ അതിനെ അനുവദിച്ചിട്ടുണ്ട്. കാരണം അവൾക്ക് പുണ്യം കരസ്ഥമാക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൾ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി, തൻ്റെ പ്രൊട്ടക്ഷൻ ആളുടെ അനുമതിയോടുകൂടി അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതല്ലാതെ ഒരു പെണ്ണിന് തോന്നിയതുപോലെ ഇറങ്ങി പുറപ്പെടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കാരണം അത് അവൾക്ക് പ്രൊട്ടക്ഷനാണ്. അങ്ങനെ പോയാൽ ഒരുപാട് ഫിത്നകൾ, പ്രശ്നങ്ങൾ ഉണ്ടാകും. അവളെ നോക്കാൻ, അവളെ കയറി പിടിക്കാൻ, അവളെ ഉപദ്രവിക്കാൻ നാട്ടിലൊരുപാട് കറുത്ത കണ്ണുകളുണ്ട്. അതിൽ അവൾക്ക് സംരക്ഷണം അനുവദനീയ നിർബന്ധമാണ്. അതുകൊണ്ട് അത്തരത്തിൽ അനുമതിയോടുകൂടി അവർക്ക് പള്ളിയിലേക്ക് പോകാം. അവർ നന്മകളിൽ മുന്നേറട്ടെ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, സ്ത്രീകളുടെ നന്മയത്തോട് നടക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മളാകുവാൻ പാടില്ല. ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീകളെ നമസ്കരിക്കാൻ അനുവദിക്കാത്ത ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഒരു പെണ്ണിന് മയ്യിത്ത് നമസ്കാരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുന്ന ആളുകളുണ്ട്. തൻ്റെ കൂടെ കിടന്ന വർഷങ്ങളോളം എല്ലാം ചെയ്തു കൊടുത്ത തൻ്റെ പ്രിയതമന് മരിച്ചു കഴിഞ്ഞാൽ ആ പ്രിയതമന് വേണ്ടി അവസാനം കൈകെട്ടി അല്ലാഹു എന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു പെണ്ണിന് പാടില്ല എന്ന് പറയുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയാത്ത, പ്രവാചകന്റെ ചരിത്രം അറിയാത്തവരാണ്. പ്രവാചകന്റെ ഭാര്യമാർ ചെയ്തിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പ്രവാചകന്റെ ഭാര്യമാർ അവർക്ക് നമസ്കരിക്കാൻ വേണ്ടി സഅദിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ആ നാട്ടിലെ അറിയപ്പെട്ട സ്ത്രീയോട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ നിങ്ങൾ നമസ്കരിക്കണമെന്ന് പ്രത്യേകം വസീയത്ത് നൽകിയത് കാണുവാൻ സാധ്യമാകും. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. കാരണം അവർക്ക് കൂലി കിട്ടേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, മരിച്ചവരെ വേണ്ടി നമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ച വ്യക്തിക്ക് മാത്രമല്ല കൂലിയുള്ളത്. ഒരു വ്യക്തി മരണപ്പെട്ട് അവന് വേണ്ടി ഒരാൾ നമസ്കരിച്ചാൽ അവരുടെ ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നാണ്. എന്താണ് ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? ഒരു വലിയ പർവ്വതത്തോളം, ഉഹുദ് മലയോളം വലിയ പുണ്യം അത് കിട്ടും. അത് പെണ്ണിനത്തോട് തടയുവാൻ പാടില്ല. സ്ത്രീകൾക്ക് നന്മ ലഭിക്കേണ്ടതുണ്ട്. അതല്ലാതെ അവർ വീടിൻ്റെ അകത്തളങ്ങളിൽ കെട്ടിയിടപ്പെട്ട് അവർ പള്ളിയിലേക്കും പോകാതെ ഒന്നും ചെയ്യാതെ നിൽക്കണമെന്ന് ഇസ്ലാം ഛടിക്കുന്നില്ല. ഇനി ഒരു പെണ്ണ് അങ്ങനെ വിചാരിക്കുന്നതെങ്കിൽ അവൾക്ക് ആഗ്രഹമാണ്, അവൾ പള്ളിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, പുറത്തിറങ്ങാനേ ഉദ്ദേശിക്കുന്നില്ല, അവൾക്ക് അനുവദനീയമാണ്. അതാണ് അവൾക്ക് നല്ലത്. പുറത്ത് ഫിത്തനയാണ് അവൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അതല്ലാതെ പിന്നെ ഷോപ്പിങ്ങൾക്ക് പോകാം, മാളുകളിൽ പോകാം, ഉറൂസുകളിൽ പോകാം, ആഘോഷങ്ങൾക്ക് പോകാം. പള്ളിയിൽ നമസ്കരിക്കാൻ പോയാൽ മാത്രം ഒരു ഫിത്തന എന്നുള്ളത്
അത് സമൂഹത്തിൽ ഫിതന ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള വാദമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീകളാകട്ടെ നന്മയിൽ മത്സരിക്കേണ്ടവരാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. ആ നന്മകളിൽ എപ്പോഴും മത്സരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹു അസ്സമാവാതി വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും സത്യവിശ്വാസികളായ പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ മത്സരിച്ചു കൊള്ളുക, ഓടിയെടുത്തു കൊള്ളുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതുകൊണ്ട് സഹോദരന്മാരെ, നന്മകൾ നമ്മൾ മത്സരിക്കുവാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ സാധ്യമാകുന്നത്ര പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على محمد وعلى ال محمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന രൂപത്തിൽ ആയിത്തീരേണ്ടതുണ്ട് എന്ന് നിർബന്ധമാണ്. ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നേയില്ല. ഏതു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിരിക്കണം ഒരു വിശ്വാസി. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരാളും ഒരു വിഷയത്തിലും ചെയ്യുവാനും വേണ്ടി പാടില്ല. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്, ഇന്നലെ നമ്മുടെ നാടുകളിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം അതിൻ്റെ റിസൾട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇലക്ഷനിൽ പങ്കാളികളാകാൻ അനുവദനീയമാണ്. അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നിർബന്ധാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുമെന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു റിസൾട്ട് വന്നാൽ, ഒരു ഇലക്ഷന് വന്നാൽ, ഒരു പാർട്ടി വന്നാൽ, ഒരു വീട്ടിലെ ഒരു ഫംഗ്ഷൻ വന്നാൽ, കല്യാണം വന്നാൽ, ഇവിടെയൊക്കെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മാറ്റിവെക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അന്യനെ കുറിച്ച് അപവാദം പറയുന്ന അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. അന്യനെ സമൂഹത്തിൽ തേജോധനം ചെയ്യുന്ന അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചോ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകളെയൊക്കെ പരമാവധി താറടിച്ച് വടക്കാക്കുക എന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സന്തോഷമാകാം, ഏത് സന്ദർഭത്തിലും അനുവദിക്കപ്പെട്ട രൂപത്തിലാകാം, പക്ഷെ അതൊരിക്കലും അതിരുവിടാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹു പഠിപ്പിച്ചത്, അല്ലയോ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണം. പരിപൂർണം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം. ചില സന്ദർഭങ്ങളിൽ ഇസ്ലാം മാറ്റിവെക്കാം, ചില സമയങ്ങളിൽ ഇസ്ലാം മാറ്റിവെക്കാം. നിങ്ങൾക്ക് കഴിയുന്ന സന്ദർഭത്തിൽ മാത്രം ഇസ്ലാം നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിൽ മാത്രം ഇസ്ലാം മതി. കല്യാണമാകുമ്പോൾ എങ്ങനെയുമാകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എങ്ങനെയുമാകാം എന്നല്ല. ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അവൻ മുറുകെ പിടിക്കുന്നവനാകണം. അവൻ്റെ വസ്ത്രധാരണം അത് ഇസ്ലാമികമാകണം. അവൻ സമൂഹത്തിൽ നടക്കുമ്പോൾ ആണും പെണ്ണും കൂടിക്കൊള്ളുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ പാടില്ല. മത്സരിച്ചതൊരു പെണ്ണാണ്, അതുകൊണ്ട് ആ പെണ്ണിന് ആൾക്കാർക്കിടയിൽ എങ്ങനെ മറങ്ങി നടക്കാം എന്നല്ല, നമുക്കവരെ തോളിലേറ്റി നടക്കാമെന്നല്ല, അവരെ കൈപിടിച്ച് നടക്കാമെന്നല്ല. ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച വിധികളും വിലക്കുകളും എല്ലായിടത്തും പാലിക്കുവാൻ സുഹൃത്തുക്കളെ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ ആപാലചൂടം അടിമുതൽ മുടിവരെ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവിടെയാണ് ഒരു വിശ്വാസിക്ക് വിജയിക്കുവാൻ സാധ്യമാകുക. അതല്ലാതെ നാളെ പരലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്ത് ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ നന്മകളൊക്കെ ചിതറിയ ധൂളികൾ പോലെ ആക്കപ്പെടുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ മുത്തഖീങ്ങളാകുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.